തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി വൈഗാ നദിയുടെ തെക്കേ തീരത്ത് പാണ്ഡ്യരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന മധുര നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന മധുര മീനാക്ഷി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശ്രീ പരമേശ്വരൻ്റെ പുനരവതാരമായി കരുതുന്ന സുന്ദരേശനാണ്. എന്നാലും ശ്രീ പാർവതിയുടെ പുനരവതാരമായി കരുതുന്ന സുന്ദരേശൻ്റെ ഭാര്യാരൂപത്തിലുള്ള മീനാക്ഷി ദേവിയുടെ പേരിലാണ് ക്ഷേത്രം കൂടുതൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ചരിത്ര ഐതിഹ്യ കഥകളിലേക്ക് കടക്കുന്നതിനു മുമ്പായി ക്ഷേത്രത്തിലെ ദർശനത്തെപ്പറ്റി ചെറിയൊരു വിവരണം. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 10 മണി വരെയും ദർശന സമയം. ഇതിൽ രാവിലെ 6:30 മുതൽ 7:30 വരെയും 10:30 മുതൽ 11:30 വരെയും രാത്രി 7:30 മുതൽ 8:30 വരെയും കർട്ടൻ സമയമാണ്. ഈ സമയത്ത് പ്രത്യേക പൂജകൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദർശനത്തിനായി നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. അതിരാവിലെ തന്നെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 50 രൂപ, 100 രൂപ എന്നിങ്ങനെയുള്ള സ്പെഷ്യൽ ഫീസുകൾ അടച്ച് സ്പെഷ്യൽ ദർശനം നടത്താവുന്നതാണ്. ദർശനത്തിനായി അകത്തേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ പരിശോധന അടക്കം കർശന നിയന്ത്രണങ്ങളുണ്ട്. മൊബൈൽ ഫോൺ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയൊന്നും ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലും നിബന്ധനകളുണ്ട്. ക്ഷേത്ര പരിസരത്ത് തന്നെ ചെരുപ്പുകൾ സൗജന്യമായി സൂക്ഷിക്കാൻ ഇടമുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫീസിൽ മൊബൈൽ ഫോണും മറ്റു വസ്തുക്കളും സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. സുന്ദരേശൻ ശ്രീ പരമേശ്വരൻ്റെയും മീനാക്ഷി ദേവി ശ്രീ പാർവതിയുടെയും പുനരവതാരമായി കരുതുന്നു. ശിവന്റെ ജടയിലെ ചന്ദ്രക്കലയിൽ നിന്നുള്ള അമൃതധാരകൾ, തേൻതുള്ളികൾ വീണുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മധുര എന്ന പേർ സിദ്ധിച്ചതത്രേ. കൂടാതെ ഈ സ്ഥലത്തിന് കദംബവനം, ജീവമുക്തിപുരം, സമഷ്ടി വിദ്യാനഗരം, ചതുഷ്കൂടപുരം, ദ്വാദശാന്തം തുടങ്ങിയ ദിവ്യനാമധേയങ്ങൾ കൂടിയുണ്ട്. മധുരയിൽ കൂടിയൊഴുകുന്ന വൈഗാനദി ശിവജടയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുണ്യതീർത്ഥമായും കരുതുന്നു. മലയധ്വജ പാണ്ഡ്യൻ്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും സുഹൃതഫലമായി ശിവൻ ഒഴുക്കിയതാണത്രേ ഇത്. അതിവിശാലമായ ക്ഷേത്ര മതിൽക്കെട്ടിന് ഏകദേശം 850 അടി നീളവും 752 അടി വീതിയുമുണ്ട്. തിരുമുറ്റത്തിന് 250 അടി നീളവും 160 അടി വീതിയും. പ്രധാന ക്ഷേത്രങ്ങളെ ചുറ്റിയുള്ള ആദ്യ വീതി തെരുവിൻ്റെ 4 വശങ്ങളിലും 9 നിലകൾ വീതമുള്ള 4 മഹാഗോപുരങ്ങൾ ശില്പകലകളോടെ തലയുയർത്തി നിൽക്കുന്നു. എന്നാൽ ഈ സമയത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കുഭാഗത്തെ ഏറ്റവും വലിയ ഗോപുരത്തിന് 160 അടി ഉയരമുണ്ട്. അതിമനോഹരമായ ഈ ഗോപുരം 16-ാം നൂറ്റാണ്ടിൽ ശെവ്വാന്തി ചെട്ടിയാർ നിർമ്മിച്ചതാണത്രേ. പ്രധാന ഗോപുരത്തിൻ്റെ ഉൾഭാഗത്ത് പുരാണ കഥാഭാഗങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. പടിഞ്ഞാറേ ഗോപുരം 14-ാം നൂറ്റാണ്ടിൽ പരാക്രമ പാണ്ഡ്യൻ നിർമ്മിച്ചു. വടക്കേ ഗോപുരം മൊട്ടഗോപുരം എന്നറിയപ്പെടുന്നു. അത് ഉയരം കുറഞ്ഞതും അത്ര ഭംഗിയില്ലാത്തതും അപൂർണവുമാണ്. അതിൻ്റെ അടിഭാഗത്ത് അത്യുഗ്രമൂർത്തിയായ മുനിയാണ്ടി ദേവിയെ സേവിച്ച് വാഴുന്നതായി വിശ്വാസം. ഏറ്റവും പഴക്കമുള്ളതായ കിഴക്കേ ഗോപുരം 13-ാം നൂറ്റാണ്ടിൽ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് നിർമ്മിച്ചത്. സോമസുന്ദര സന്നിധിയിലെ ഈ ഗോപുരദ്വാരത്തിനടുത്തു വെച്ചാണ് ദേവേന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം തീർന്നതെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചപ്പോൾ അദ്ദേഹത്തെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. ഭീതനായ ഇന്ദ്രൻ കുറേ കാലം താമരത്തണ്ടിനുള്ളിൽ വേഷം മാറി ഒളിച്ചിരുന്നത്രേ. ആ സ്ഥാനത്താണ് കിഴക്കേ ഗോപുരം നിൽക്കുന്നത്. തന്മൂലം ആ ഗോപുരം ഒഴിവാക്കി വശങ്ങളിലുള്ള കവാടത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഏറ്റവുമധികം ഗോപുരങ്ങളുള്ള ക്ഷേത്രമാണിത്. ഇവിടെ 14 ഗോപുരങ്ങളുണ്ട്. ഗോപുര നിർമ്മാണം ചോള ഭരണകാലത്തെ അമ്പലങ്ങളുടെ ശില്പവേല രീതിയിലായിരുന്നു. കിഴക്ക് ദിക്കിലെ അഷ്ടശക്തി മണ്ഡപത്തിലൂടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാം. സുന്ദരേശ സന്നിധിയിൽ നിന്നും ഏകദേശം 15 അടിയോളം തെക്കോട്ട് നടക്കുമ്പോഴാണ് മീനാക്ഷി നട. ആദ്യത്തെ വലിയ മതിൽക്കെട്ടിന് ഉള്ളിലായി വരുന്ന രണ്ടാമത്തെ മതിൽക്കെട്ടിനും 4 ഗോപുരങ്ങളുണ്ട്. ആദ്യം മീനാക്ഷി ദേവിയെ ദർശിക്കണം. പിന്നീടാണ് സുന്ദരേശ്വരനെ ദർശിക്കേണ്ടത്. അഷ്ടശക്തി മണ്ഡപത്തിൻ്റെ ഇരുവശങ്ങളിലായി 8 രൂപങ്ങളുണ്ട്. ഇടതുവശത്ത് ഗണപതി, സുബ്രഹ്മണ്യൻ. മണ്ഡപ ചുമരുകളിൽ തിരുവിളയാടൽ എന്ന തമിഴ് പുരാണകഥയിലെ ചില രംഗങ്ങളും കാണാം. കിഴക്കേ പ്രധാന കവാടത്തിന് സമീപം തിരുമല നായ്ക്കൻ പണിത പുതുമണ്ഡപം മീനാക്ഷി സുന്ദരേശന്മാർക്ക് വേനൽക്കാലത്ത് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പുതുമണ്ഡപത്തിൽ 10 നായിക രാജാക്കന്മാരുടെ പൂർണ്ണകായ പ്രതിമകൾ സ്ഥാപിച്ചു നിർത്തിയിട്ടുണ്ട്. സുന്ദരേശ്വര കോവിലിനടുത്ത് തന്നെയായി വടക്ക് കിഴക്ക് ഭാഗത്തായി 1000 കാൽ മണ്ഡപവും 100 കാൽ മണ്ഡപവും കാണാം. കൊത്തുപണികളോടുകൂടിയ 1000 തൂണുകളുള്ള മണ്ഡപം ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതയാണ്.
ദേവീക്ഷേത്രത്തിന് മുൻപിൽ ദേവിയുടെ കിരീടധാരണം, വിവാഹം ഇവയുടെ പെയിന്റിങ്ങുകൾ. മീനാക്ഷി ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ ചടയവർമ്മൻ സുന്ദരപാണ്ഡ്യന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കുലശേഖര പാണ്ഡ്യന്റെ പിൻഗാമിയായിരുന്ന മലയധ്വജ പാണ്ഡ്യന് ഭാര്യ കാഞ്ചനമാലയിൽ കുട്ടികളുണ്ടായില്ല. കുഞ്ഞിനെ ലഭിക്കാൻ ഒരു വിശിഷ്ട യജ്ഞം നടത്തി. യജ്ഞകുണ്ഡത്തിൽ നിന്ന് 3 വയസ്സുള്ള 3 സ്തനങ്ങളുള്ള ഒരു പെൺകിടാവ് ഉയർന്നു വന്നു. ആ രൂപം കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് വ്യസനമായി. ഉടനെ ഒരു അശരീരി കേട്ടു. ഇവൾക്ക് തക്ക വരൻ വന്നെത്തി. ഇവളെ കാണുന്ന നിമിഷം 3-ാമത്തെ സ്തനം അപ്രത്യക്ഷമായിക്കൊള്ളും. ഇതായിരുന്നു ആ അശരീരി. തടാതകൈ എന്ന പേരിൽ വിളിച്ചു വന്നിരുന്ന ആ കുട്ടി ആയോധന കലകളിലും മറ്റും മിടുക്കിയായി വളർന്നു വന്നു. രാജാവിന്റെ മരണശേഷം രാജ്യഭരണം ഏറ്റെടുത്തു. അയൽ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് കീഴടക്കി. ഒടുവിൽ കൈലാസം വരെ എത്തുകയും ചെയ്തു. അവിടെ യുദ്ധക്കളത്തിൽ വെച്ച് സുന്ദരേശൻ എന്ന യുവകോമളനെ കണ്ടതോടെ 3-ാമത്തെ സ്ഥാനം അപ്രത്യക്ഷമായതായി അറിയുകയും തക്ക വരനെ കണ്ടെത്തിയതായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. തടാതകൈ ലജ്ജാവതിയായി സുന്ദരേശന് മുൻപിൽ കീഴടങ്ങി. ദേവരൂപങ്ങളായ ശിവപാർവതിമാരുടെ മനുഷ്യാവതാരങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ തടാതകയും സുന്ദരേശനും. മീനാക്ഷിയായ തടാതകയും സുന്ദരേശനും തമ്മിൽ ആചാരപൂർവ്വം വിവാഹിതരായി. തടാതകയോടൊപ്പം മധുരയിലേക്ക് വന്ന ശിവൻ കുറച്ചുകാലം മധുര ഭരിച്ചതിനു ശേഷം മുരുകന്റെ അവതാരമായ ഉഗ്രപാണ്ഡ്യനെ ഭരണമേൽപ്പിച്ചു. ഒരിക്കൽ സുന്ദരേശൻ രാജസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ഒരു ക്ഷേത്രം പണിയുവാൻ രാജാവിനോട് നിർദ്ദേശിച്ചു. അപ്രകാരം ചൈത്രമാസത്തിലെ വെളുത്ത വാവിൻ നാൾ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഇവിടുത്തെ പ്രധാന ഉത്സവം അന്നാണ് ആഘോഷിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ചുറ്റുമതിൽ മാത്രമുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രമായിരുന്നു ഇത്. 12-ാം നൂറ്റാണ്ടിൽ കുലശേഖര പാണ്ഡ്യനും മാരവർമ്മൻ ചടയവർമ്മൻ സുന്ദരപാണ്ഡ്യനുമാണ് ഇവിടെ ക്ഷേത്ര സമുച്ചയങ്ങൾ തീർത്തതെന്നും പറയപ്പെടുന്നു. ശ്രീകോവിലും മണ്ഡപവുമെല്ലാം ആരെയും അത്ഭുത പരതന്ത്രരാക്കും. എണ്ണിയാലൊടുങ്ങാത്ത കരിങ്കൽ പ്രതിമകളും ശില്പങ്ങളും ഇവിടെ കാണാം. ശില്പചാതുര്യം തൊടാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഈ ക്ഷേത്രത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. 1877-ലും 1960-69 കാലങ്ങളിലും ക്ഷേത്ര പുനരുദ്ധാനം ചെയ്യുകയുണ്ടായി. സുന്ദരേശ ക്ഷേത്രത്തിലെ അകത്തെ പ്രാകാര ചുമരുകളിൽ തിരുവിളയാടൽ പുരാണത്തിലെ അനേകം രംഗങ്ങൾ ചിത്രീകരിക്കുന്ന പ്രതിമകൾ പുതുതായി സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. തന്ത്രശാസ്ത്രപ്രകാരം സൂക്ഷ്മ ശരീരത്തിൽ 6 ആധാരസ്ഥാനങ്ങൾക്കുപരിയായി സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിലാണ് ശിവൻ ഇരിക്കുന്നത്. ഇവിടെ 7-ാമത്തെ സഹസ്രാര പത്മത്തിൽ ശിവശക്തി ഐക്യം മീനാക്ഷി ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് വലിയ സ്ഥാനമുണ്ട്.